എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോസാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മൾ ഈ പേപ്പറിനെയാണ് ഒരു റോസ് ഫ്ലവർ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ, അതായത് ഇത് 10 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ, ഇങ്ങനെ 10 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇതും 10 സെൻറ്റിമീറ്റർ ആണ്, ഇതും 10 സെൻറ്റിമീറ്റർ ആണ്. മുഴുവനും ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ 10 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മടക്കുക, ഇങ്ങനെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കും അത് എന്നിട്ട് ഉള്ളിലോട്ടേക്ക് ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ 4 പീസസും നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ 4 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേ കൂടി നമ്മൾ കട്ട് ചെയ്യുകയും ഇതിൻ്റെ അറ്റവും കൂടിയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഞാൻ 4 എണ്ണവും കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ അങ്ങനെ ഞാൻ 4 എണ്ണവും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് വരിക. ഇതിൻ്റെ അറ്റവും മുറിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു ഫ്ലവർ ഉണ്ടാവുക. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഫ്ലവറായിട്ട് കിട്ടുകയാണ് ചെയ്യുക. ഇനി ഇതിനെയാണ് നമ്മൾ റോസ് ഫ്ലവറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗം അത് മുറിച്ച് കൊടുക്കുക. ഇനി അടുത്ത ഫ്ലവറിൻ്റെ 2 വശം, അതായത് ഈ ഹാർട്ട് ഷേപ്പ് പോലെയുള്ള ഈ 2 വശം മുറിച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഈ ഒരു ഫ്ലവറിൻ്റെ 3 ഭാഗം, അതായത് 1 2 3 ഇതൾ മുറിച്ച് കൊടുക്കുക. ഈ ഒരു ഫ്ലവർ 4 എണ്ണവും, അതായത് ഇതിൻ്റെ നടുവഴി മുറിക്കുക. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച 1 ഇതൾ മുറിക്കുന്നതും 2 ഇതൾ മുറിക്കുന്നതും 3 ഇതൾ മുറിക്കുന്നതും 4 ഇതൾ മുറിക്കുന്നതും. ഇനി ഈ 2 ഇതളും 1 ഇതളും മുറിച്ചതിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ഇനി ഈ സാധനങ്ങൾ കൊണ്ടാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീഫില്ലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്രിക കൊണ്ട് തന്നെ കുറച്ച് നേരം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതളുകൾ ഒന്ന് ബാക്കിലോട്ടേക്ക് മടങ്ങും. അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ റോസ് ഫ്ലവർ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അതാ ഇങ്ങനെയുള്ളൊരു രീതിയിൽ ആക്കിയെടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് മടക്കുന്നത്. പുറകിലോട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്താൽ മതി. ഇതാ കണ്ടോ, ഈ ഒരു ഇതളൊക്കെ ഇങ്ങനെ ബെൻഡായതിന് ശേഷം ഇനിയാണ് നമുക്ക് ഒരു ഇതൾ മാറ്റി വെക്കണം. ബാക്കി മുഴുവനും ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒട്ടിക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്ലൂ ആക്കി ഇനി ഇത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഈ ലാസ്റ്റത്തെ ഇതൾ ഇങ്ങുള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഫ്ലവറായിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ കിട്ടും. ഇനിയാണ് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ കളികൾ മുഴുവനും. അതേപോലെ തന്നെ ഇവിടെയും ഗ്ലൂ ആക്കി ഇതെടുത്ത് ഇപ്പുറത്തൊട്ടിക്കുക, ഇവിടെയും ഗ്ലൂ ആക്കി അങ്ങനെ ഒട്ടിക്കുക. ഇത് നമുക്ക് മാറ്റി വെക്കേണ്ടതാണ്. അതിൻ്റെ കൊണ്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എല്ലാം അതുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റെമ്മും ലീഫും ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കാലിക്സും ആക്കേണ്ടതുണ്ട്. സോ ഇതുപോലെയുള്ള ഒരു ഗ്രീൻ കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 10:10 എന്നുള്ള റേഷ്യോയിൽ മുറിച്ചെടുക്കണം. ഓക്കെ, ഇത് 10 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ അതിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. അത് റോൾ ചെയ്ത് നിർത്തിയിട്ട് അത് പിന്നെ ഇങ്ങനെ ചെയ്ത് ഇതാ ഇങ്ങനെ ചെയ്ത് ഇതാ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മളൊന്ന് മാറ്റി വെക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതില്ലേ. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതെന്താ ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് നമ്മൾ റോൾ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ, ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ വെച്ച് ഇതിങ്ങനെ ഒരു റോസിൻ്റെ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ,
ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് റോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതാ നമ്മൾ ഇതിൻ്റെ അറ്റവും കൂടി നോക്കിച്ചാൽ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ബേസ് ഞാൻ റോസിൻ്റെ ഒരു ഇന്നർ പോർഷനൊക്കെ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് റോസിൻ്റെ തന്നെ ഒരു ലുക്ക് വരും. പിന്നെ കാലിക്സും ലീഫും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോസായി. ഇനി നമ്മൾ കൂട്ടത്തിൽ ഇതാ 2 ഇതളുള്ള ഈ സാധനം കണ്ടോ, ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ കയറ്റി ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് 3 ഇതളുള്ള ഈ സാധനമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോകുന്നത്. സോ അങ്ങനെ 2 ഇത് നമ്മൾ ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി ഇതാക്കിയിട്ടുള്ള 4 പെറ്റലുള്ള ഇതാണ് കയറ്റാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ 4ാമത്തെയും ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു ലൂസ് ഫീൽ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ 5ാമത്തെ ലെയറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ അവിടെ തന്നെ ഉണ്ട്. ഇനി ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള ഇതും കൂടി ആഡ് ചെയ്താൽ ഫ്ലവറായി. അപ്പോൾ നമ്മുടെ റോസ് ഇവിടെ ലാസ്റ്റ് ലെയറും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഇങ്ങോട്ടേക്കൊക്കെ ബെൻഡ് ചെയ്താൽ കറക്റ്റായി വരും. ഇനി ഇതിൻ്റെ കാലിക്സ്, അതായത് ഇവിടെയുള്ള ഗ്രീൻ കളർ പോർഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇനി നമ്മൾ കാലിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ ഫ്ലവറിൻ്റെ മടക്കിയ പോലെ തന്നെ ഇത് സൈഡിലോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പിന്നീട് ഉള്ളിലോട്ടും ഇങ്ങനെ മടക്കി ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരഞ്ഞിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അറ്റവും കൂടി കട്ട് ചെയ്യാൻ, അതായത് നമ്മൾ നേരത്തെ ഫ്ലവറിൻ്റെ കട്ട് ചെയ്ത പോലെ ഇതിൻ്റെ അറ്റവും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സംഭവമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇതൾ മുറിച്ച് മാറ്റുക. നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഇതൾ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിനെ ലീഫാണ് ആക്കേണ്ടത്. ലീഫ് ഇവിടെ ഞാൻ മുറിച്ച് വെച്ചതുണ്ട്, അതിന് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ ലീഫ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫ്ലവറും ലീഫും ഇങ്ങനെ കുറച്ചെണ്ണം ഞാൻ ചെയ്തതാണിത്. ഈ ഒരു റോസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ്. പിന്നെ ഇത് ഓറഞ്ച് കളറിലുള്ള നമ്മുടെ പെറ്റൽസൊക്കെ ഇതാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനും. ഇത് ഓറഞ്ച് കളറിൽ തന്നെ. ഇത് മറ്റേ റോസിൻ്റെ വേറൊരു ഷെയ്ഡായിട്ടുള്ളൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറ്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഈ റോസ്, ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ അതേ കളറിലുള്ള വേറെ ഫ്ലവർ. ഇത് വയലറ്റ് കളറിലുള്ള ഫ്ലവറാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫ്ലവറാണ്. ഈ യെല്ലോ കളറിലുള്ള അതിൻ്റെ തന്നെ യെല്ലോ റോസ്, വേറൊരു യെല്ലോ റോസ്, ബ്ലൂ കളർ, നല്ല ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബ്ലൂ കളറിൽ നിൽക്കുന്ന ഒരിത്. പിന്നെ ഇത് വയലറ്റ് തന്നെ കളറിലുള്ള വേറൊരു സംഭവം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.